السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه. أما بعد. രണ്ട് സാക്കിനായ ഹർഫുകൾ അടുത്തടുത്ത് വരുമ്പോൾ അതിന് പരിഹാരമായിക്കൊണ്ട് ഹദ്ഫ് ചെയ്യണം, അല്ലെങ്കിൽ തഹ്രീക്ക് എന്ന പരിഹാര മാർഗം സ്വീകരിക്കണം എന്ന് നാം സൂചിപ്പിച്ചു കഴിഞ്ഞു. വഇദ് ഖാലു അല്ലാഹുമ്മ, ഇവിടെ വഇദ് ഖാലു അല്ലാഹുമ്മ എന്ന് വാവിനെ ഹദ്ഫ് ചെയ്യുന്നു. ഇതാണ് ഹദ്ഫിൻ്റെ ഉദാഹരണം. ഹദ്ഫ് മറ്റ് ഹർഫുകൾക്കും അതുപോലെ അലിഫ്, യാ തുടങ്ങിയ ദീർഘാക്ഷരങ്ങൾക്ക് ഹുറൂഫുൽ മദ്ദിനൊക്കെ വേറെയും ധാരാളം വന്നിട്ടുള്ളത് സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്. അതുപോലെ തഹ്രീക്ക് നാം പറയുകയുണ്ടായി. തഹ്രീക്ക് നൽകേണ്ടതിൻ്റെ ധാരാളം ഉദാഹരണങ്ങൾ അക്ഷരങ്ങൾക്ക് കസ്റ് കൊടുത്തുകൊണ്ട് ഖുലിദുല്ലാഹ, ഖുൽ ഉദ്ഉ എന്നതിന് ഖുലിദുല്ലാഹ എന്നിങ്ങനെ കസ്റ് കൊടുത്തും തഹ്രീക്ക് നൽകാം. അതുപോലെ തൻവീനാണെങ്കിൽ ബിറഹ്മതിനി ദഖുലു എന്ന് കസ്റുള്ള നൂനാക്കി മാറ്റിക്കൊണ്ട് തഹ്രീക്ക് ചെയ്യണം. ഹറക്കത്ത് എന്ന പരിഹാരം സ്വീകരിക്കണം. രണ്ട് സാക്കിൻ്റെ ഉച്ചാരണത്തിലുള്ള പ്രയാസം പരിഹരിക്കുവാൻ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞതാണ്. ഇനി ഫത്ഹ് നൽകി തഹ്രീക്ക് ചെയ്യേണ്ട ഏതാനും കാര്യങ്ങൾ കൂടി നാം അറിയേണ്ടതുണ്ട്. ഫത്ഹ് നൽകി തഹ്രീക്ക് ചെയ്യുക, ഹറക്കത്ത് ഫത്ഹ് നൽകിക്കൊണ്ട് ഇൽത്തിഖാ ഉസാക്കിനൈനെ പരിഹരിക്കുക. അതിലൊന്നാമത്തേതാണ് മിനിൽ ജാറ, മിൻ എന്ന ജറ് ചെയ്യുന്ന ഹർഫ്. വഅന അലാ ദാലികും മിൻ അഷ്ഷാഹിദീൻ, മിൻ അഷ്ഷാഹിദീൻ എന്നത് മിനഷ്ഷാഹിദീൻ എന്ന് ഫത്ഹാണ് അവിടെ നൂനിന് വരുന്നത്. മറിച്ച് മിനി ഷാഹിദീൻ എന്ന് കസ്റ് നൽകുകയില്ല. അപ്രകാരം തന്നെയാണ് ദീർഘത്തിൻ്റെ സന്ദർഭത്തിൽ നാം സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്. സൂറത്തു ആല ഇമ്രാനിൻ്റെ തുടക്കത്തിൽ അലിഫ് ലാം മീം അല്ലാഹു, അവിടെ വസ്ല് ചെയ്യുകയാണെങ്കിൽ, ചേർത്തോതുകയാണെങ്കിൽ രണ്ട് രീതികൾ സ്വീകരിക്കാം. അലിഫ് ലാം മീം അല്ലാഹു എന്ന് ദീർഘം നൽകാം. അല്ലാതെ ഖസ്ർ ചെയ്തുകൊണ്ട് അലിഫ് ലാം മീം അല്ലാഹു എന്ന് ദീർഘം ഒഴിവാക്കിക്കൊണ്ടും ചേർത്തോതാം. എന്ത് തന്നെയായിരുന്നാലും അവിടെ ആ മീമിന് ഫത്ഹ നൽകിക്കൊണ്ടാണ് വസ്ല് ചെയ്യേണ്ടത്. മീം അല്ലാഹു എന്നിങ്ങനെ രണ്ടാമത്തെ മീമിന് ഫത്ഹ് ഹറക്കത്ത് കൊടുക്കേണ്ടതാകുന്നു. ഇതാണ് മറ്റൊരു ഭാഗം, ഫത്ഹ് നൽകേണ്ടതായ മറ്റൊരു സന്ദർഭം. എന്നാൽ ദമ്മ് ഹറക്കത്ത് കൊടുത്തുകൊണ്ടും പരിഹാരം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുള്ള ഉദാഹരണങ്ങളാണ് വാവുൽ ലീൻ, ലീനിൻ്റെ ഹർഫായ വാവ്, അത് ജംഇൽ വരുന്ന വാവാണ്. ഉദാഹരണമായി ഫതമന്നൗ അൽ മൗത്ത്, അവിടെ ഫതമന്നവുൽ മൗത്ത് എന്ന് വാവിന് ദമ്മ് കൊടുത്തുകൊണ്ടാണ് പരിഹരിക്കുക. അതുപോലെ തന്നെ വഅസൗ അർ റസൂൽ, വഅസവുർ റസൂൽ എന്ന് സൂറത്തുൻ നിസാ 42 കാണാം. ഇപ്രകാരം ദമ്മ് കൊടുത്തുകൊണ്ട് പരിഹരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വാവുൽ ജംഅ പോലെ തന്നെയാണ് മീമുൽ ജംഅ, ജംഅൻ്റെ മീം, അതിനും ദമ്മ് കൊടുത്തുകൊണ്ടാണ് പരിഹരിക്കേണ്ടത്. ലകും അൽ ലൈല എന്നത് ലകുമുൽ ലൈൽ, വസഖറ ലകുമുൽ ലൈല വന്നഹാർ, സൂറത്തുൻ നഹൽ 12. ثم رددنا لكم الكرة, ലക്കും അൽ കറ എന്നത് ലക്കുമുൽ കറ എന്നിങ്ങനെ ജംഇൻ്റെ മീമ് വരുമ്പോൾ അവിടെ അതിനും ദമ്മാണ് പരിഹാരമായി കൊണ്ട് നൽകപ്പെടുക എന്നതും അനുബന്ധമായി നാം അറിയേണ്ട കാര്യങ്ങളാകുന്നു. അസ്സലാമു അലൈക്കും.